ഒരു ഗ്രാമത്തിൻ്റെ ആൽത്തറ വീണ്ടും ഉണർന്നു തുടങ്ങി. ദേശവാസികൾ, സമുദായികൾ, ഒരു ക്ഷേത്ര ഉത്സവത്തിൻ്റെ ചടങ്ങുകളുമായി ബന്ധപ്പെട്ടവരെല്ലാം ഒത്തുചേർന്നു. ചപ്പാരത്തമ്മയ്ക്ക് തിരുമുന്നിൽ മക്കളെല്ലാവരും ഒത്തുചേരുകയാണ്. അല്പനിമിഷത്തിനുള്ളിൽ കലശം ഇവിടെ എത്തും. ഒരു വർഷത്തെ ആഘോഷങ്ങൾ, ഉത്സവ ആഘോഷങ്ങൾ ആരംഭിക്കാൻ തുടങ്ങുന്നു. മണത്തണയുടെ ഹൃദയമാണ് ചപ്പാരം. എന്നാൽ കൊട്ടിയൂരിലെ ഉത്സവത്തിൻ്റെ ജീവനാണ് ചപ്പാരം. ഈ ചപ്പാരത്തമ്മയ്ക്കരികിലേക്ക് വരാതെ കൊട്ടിയൂരിലെ ഒന്നും തന്നെ, കൊട്ടിയൂരിലെ ഒരു വിശേഷവും സംഭവിക്കുന്നില്ല എന്ന് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ട് നമുക്ക് ചപ്പാരത്തമ്മയുടെ തിരുമുന്നിൽ നിൽക്കാം. കലശം പുറപ്പെട്ടു കഴിഞ്ഞു. ഒരല്പനേരത്തിനുള്ളിൽ ഭണ്ണാര എഴുന്നള്ളത്തിനായിട്ട് കലശവും അതുപോലെ തന്നെ എല്ലാ തയ്യാറെടുപ്പുകളും കൂടെ അല്പനേരത്തിനുള്ളിൽ ഉണ്ടാകും. അപ്പോൾ ആകാംക്ഷാഭരിതരായി കാത്തിരിക്കുന്ന ദേശവാസികൾ, ഇനിയുള്ള 28 ദിവസങ്ങൾ അല്ലേ, ഇനിയുള്ള 28 ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിലെ വേറൊരു അനുഭവമാണ് അല്ലെ. അതെ, ഈ പ്രകൃതി, ദേശം, ദേശത്തിലെ ആൾക്കാർ, എത്രയോ പേരല്ലേ. കഴിഞ്ഞ തവണയൊക്കെ എത്ര ലക്ഷക്കണക്കിന് ആൾക്കാരാണ് വന്നത്. അപ്പോൾ ഇവിടുന്ന് നടന്നു പോകാൻ തയ്യാറായി നിൽക്കുന്നവരല്ലേ. അതെ, അപ്പോൾ ഏതാണ്ട് 18 കിലോമീറ്റർ അല്ലേ നമുക്ക് നടക്കാനുള്ളത്. 18. അപ്പോൾ കലശം വന്നു കഴിഞ്ഞ് അത് കഴിഞ്ഞ് വാളുമായിട്ട് ഇവിടെയുള്ള യാത്ര പുറപ്പെട്ടു കഴിഞ്ഞാൽ ഭഗവാൻ അവിടുന്ന് കൊടിവിളക്കിൽ വന്ന് ചപ്പാരത്തമ്മയെ മാത്രമല്ലേ ക്ഷണിക്കുള്ളൂ. അപ്പൊ ആ വരവ് വന്ന് പിന്നെ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഇവരെല്ലാവരും ഭണ്ണാര എഴുന്നള്ളത്തിനൊപ്പം കാൽനടയായിട്ട് 18 കിലോമീറ്റർ സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിരിക്കുകയാണ്. എഴുന്നള്ളിച്ചിട്ട് അതിനൊപ്പം, അതായത് ഭണ്ണാര എഴുന്നള്ളിച്ച് പോകുന്നതിന് പുറകെ ആയിട്ട് അവിടേക്ക് പോകാനായിട്ട് എല്ലാവരും തയ്യാറായിരിക്കുകയാണ്. എല്ലാ വർഷവും ഉണ്ടല്ലോ കൊട്ടിയൂരിലെ ഉത്സവം, അല്ലെങ്കിൽ ഭണ്ണാര എഴുന്നള്ളത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്റെ നാടിന്റെ ഉത്സവം, എന്റെ തറവാട്ടിലെ ഉത്സവം പോലെ ആയില്ലോ എനിക്ക്. അത് ഞാൻ വെറുതെ പറയാല്ല കേട്ടോ. ശരിക്കും മണത്തണ എന്ന് പറയുന്നത് എനിക്ക് എന്റെ ഗ്രാമമാണ്, എന്റെ തറവാടാണ് എന്ന് തോന്നും. സുഖല്ലേ? ഞാൻ കണ്ടോർമ്മയില്ല. ഞങ്ങൾക്ക് രണ്ടുപേരും കാലിന് സുഖമില്ലാത്തോണ്ട്. അതെയോ? വീണിട്ടെല്ലാം നമ്മളൊപ്പം ഓർമ്മയുണ്ടോ? ഉണ്ട്, പിന്നെ ഓർമ്മയില്ലേ. എത്ര വർഷമായി. ഞാൻ 2006 തുടങ്ങിയിട്ട് കൊട്ടിയൂർ വരാൻ തുടങ്ങിയതാണ്. അവിടെ തൊട്ട് ഇങ്ങോട്ട് ആ കോവിഡിന്റെ ഒരു വർഷക്കാലം മാത്രമാണ് വരാതിരുന്നത്. അല്ലാത്തപ്പോഴൊക്കെ കൊട്ടിയൂർ വരാറുണ്ട്. അപ്പോൾ അമ്മയൊക്കെ അങ്ങനെ തന്നെ ആ കാലം തൊട്ടേ കാണുന്നതാണ്. ഇപ്പോഴും ചപ്പാരത്ത് വന്നാൽ അമ്മയെ കാണാന്നുള്ളതും അതിന്റെ ഒരു ആചാരത്തിന്റെ ഭാഗമായി മാറിയിട്ടുണ്ട്. കാലൊക്കെ വേഗം ശരിയാവട്ടോ. ഉത്സവം 28 ദിവസം നമുക്ക് ഓടി നടക്കാനല്ലോ അല്ലേ. ഒക്കെ വേഗം ഭേദാവട്ടെ. അതെ, അമ്മ തരും, നാമസുഖം തരും. പിന്നെ തീർച്ചയായിട്ടും സ്വന്തം അമ്പലല്ലേ. അതെ, നമ്മുടെ സ്വന്തം അമ്പലല്ലേ. അത് തന്നെ. ചപ്പാരം എന്ന വാക്ക് സപ്തമാതൃപുരം. അതെ, നമസ്കാരം. നല്ല വിശേഷം. ഇപ്പൊ കുറച്ചായിട്ടുള്ളൂ. അതെ, നമുക്ക് ശരിക്കും പറഞ്ഞാലേ ഞങ്ങളിവിടെ എത്തിക്കഴിഞ്ഞാല് ഈ നാട്ടിലെത്തിയ പോലെയാ. അതായത് എന്റെ നാട്ടിൽ ഞാൻ എത്തിയാൽ എങ്ങനെ ഉണ്ടാവും, എല്ലാവരും വന്നിട്ട് പരിചയപ്പെടുക. ഇപ്പൊ എത്ര വർഷമായി തുടർച്ചയായിട്ട് ഈ 2006, 2007 ആദ്യത്തെ കാലത്തൊക്കെ നമ്മൾ വരുമ്പോ ഉണ്ടല്ലോ, ശരിക്കും ഒരു വനപ്രദേശവും അവിടുത്തെ ഗ്രാമജീവിതവും ഒക്കെ ഉണ്ട്. പിന്നെ ഞാൻ ഒരു തവണ നമ്മുടെ വിനോദ്, നമ്മളെപ്പോഴും പറയാറില്ലേ, കൊട്ടിയൂരിനെ കുറിച്ചുള്ള എല്ലാ വിശേഷങ്ങളും നമുക്ക് പറഞ്ഞു തന്നത് വിനോദ് മണത്തണയാണ്. വിനോദിന്റെ വീട്ടിൽ താമസിച്ച് 18 ദിവസത്തോളം താമസിച്ച് കൊട്ടിയൂരിനെ പഠിച്ച കാലത്താണ് ഇത് അത്രയും ആഴത്തിൽ. ഇന്ന് കൊട്ടിയൂരിനെ കുറിച്ച് എന്ത് പറയാൻ സാധിക്കുന്നുണ്ടെങ്കിലും ആ ഒരു റിസർച്ച് വർക്ക് വിനോദ് നടത്തിയത് അവിടെ നിന്ന് പിന്നീട് നമ്മളിലേക്ക് വന്ന് അങ്ങനെയാണ്. 18 ദിവസം ഇവിടുത്തെ താമസവും എല്ലാ അമ്പലങ്ങളിലെ പോക്ക് മറക്കാനാവില്ല. ഇദ്ദേഹം ഒളിച്ചു നിൽക്കുകയാണ് ലൈവിലേക്ക് വരാതിരിക്കാൻ. വിനോദ് കൊട്ടിയൂര് അപ്പനെ കാണുന്ന പോലെ, ചപ്പാരത്തമ്മയെ കാണുന്ന പോലെ, ശരിക്കും അതേപോലെ തന്നെയാണ് വിനോദിനെ. നമ്മളൊരു കൊട്ടിയൂർ ഉത്സവം വരുമ്പോഴേ ഉള്ളൂ വിളിയും കാണലും ഒക്കെ അപ്പോഴേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും അടുത്തൊരു വൈശാഖ ഉത്സവത്തിനായിട്ട് നമ്മൾ കാത്തിരിക്കും. വൈശാഖ ഉത്സവത്തെ തലേന്ന് ഞാൻ അങ്ങോട്ട് വിളിക്കും, അല്ലെങ്കിൽ വിനോദ് ഇങ്ങോട്ട് വിളിക്കും. പിന്നെ ഉത്സവം തീരുന്നവരെ നമ്മൾ ഒരുമിച്ച്. ഇപ്പോൾ ഇത്തവണ വിനോദ് ഒരു ആർട്ടിക്കിൾ തന്നെ ചപ്പാരത്തമ്മയുടെ പ്രാധാന്യത്തെക്കുറിച്ച്, കാരണം വീണ്ടും വീണ്ടും ജനങ്ങളോട് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം ചപ്പാരൻ പോലൊരു ക്ഷേത്രം, അതിന്റെ പ്രാധാന്യം എന്താണ് എന്ന് കാലങ്ങളിൽ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം അല്ലെ, വീണ്ടും 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 പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഇപ്പൊ ഈ ഒരു മനോഹരമായ ഒരു ആർട്ടിക്കിൾ ഇപ്പോൾ വിനോദ് ചെയ്തിട്ടുണ്ട്. അതിപ്പോ ഉടനെ നാളെ പബ്ലിഷ് ചെയ്യുന്ന കൊട്ടിയൂർ ദേവസ്വത്തിന്റെ പുസ്തകത്തിൽ ഇറക്കുന്നതാണ്. ഓക്കെ, അത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ചപ്പാരത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി ഇങ്ങോട്ട് കൊട്ടിയൂരേക്ക് വരുന്നവർക്ക് ചപ്പാരത്ത് വരുമ്പോൾ എന്താണ് ചപ്പാരം എന്ന് നന്നായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ, എന്താ ഇവിടെ ഇരിക്കുന്നത്, ഭഗവതി പാർവതിയാണോ, സതീദേവിയാണോ, അത് കൊടുങ്ങല്ലൂർ അമ്മയാണോ, എന്താണ് യഥാർത്ഥത്തിൽ. അപ്പോൾ എല്ലായിടത്തും നിശ്ചലമായിരിക്കുന്ന ഒരു ചൈതന്യത്തിന് ചലനം ഉണ്ടാകണമെങ്കിൽ ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി പ്രവർത്തിക്കണം. ആ ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി സ്വരൂപിണിയാണ് ഇവിടെ വാളുകളിൽ കുടികൊള്ളുന്നത് അല്ലെ. ഇവിടുന്ന് ആദിപരാശക്തി 3 വാളുകളിലായിട്ടാണല്ലോ അല്ലെ. ഇനി മുതിരേരി വാളോട് ചേർന്ന് 4 വാളായിട്ട് വാളറയിൽ ചെന്ന് എത്തുമ്പോഴാണ് ഉത്സവം ഗംഭീരമാവുന്നത്. ശരിക്കും ചപ്പാരത്തിന്റെ വളർച്ചയും നമ്മുടെ കണ്ണിലൂടെയാണ്. നമ്മൾ ആദ്യം വരുന്ന കാലം തൊട്ട് ഇപ്പൊ ഓരോന്നായിട്ട് ഇപ്പോ ഇത്രയും വലിയൊരു മുറ്റമൊക്കെ ആയി ക്ഷേത്രത്തിന്. പിന്നെ ഇപ്പൊ ഒരു ധ്യാന മണ്ഡപം, സരസ്വതി മണ്ഡപം, ഇതൊക്കെ ഇവരുടെ നേതൃത്വത്തിൽ തന്നെയാണ് നടക്കുന്നത്. വിനോദും അച്ഛനാണല്ലേ അതവിടെ സ്പോൺസർ ചെയ്തത്. അപ്പൊ ഇവരുടെ കുടുംബക്ഷേത്രമാണ്. എന്നാൽ ഇവരുടെ കുടുംബ പരദേവത എന്നത്
നിൽക്കുന്ന സമയത്ത് തന്നെ കൊടുങ്ങല്ലൂരിൽ നിന്ന് വന്ന ഭഗവതിയാണെന്നുള്ള ഐതിഹ്യമുണ്ട്. ശങ്കരാചാര്യർ ശ്രീചക്ര ഉപാസന നടത്തിയത് ഇവിടെ വെച്ചിട്ടാണ് എന്നൊരു ഐതിഹ്യമുണ്ട്. ഇതിനെല്ലാം അപ്പുറത്ത് കൊട്ടിയൂരിന്റെ ഊർജ്ജത്തെ സൂചിപ്പിക്കുന്നത്, അത് ശ്രീ വിനോദ്ജിയുടെ വാക്കിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ, കൊട്ടിയൂരപ്പൻ വിളക്കാണെങ്കിൽ ആ വിളക്കിലെ പ്രകാശമാണ് ചപ്പാരത്തമ്മ എന്നാണ് പറയുന്നത്. ഇനി പ്രകാശമാണെങ്കിലോ അതിന്റെ പ്രഭ, അല്ലെ? അങ്ങനെ എന്തിനെയാണ് നമ്മൾ അറിയേണ്ടത്, എന്തിനാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അത് എന്താണെന്ന് ചൈതന്യത്തെ നമുക്ക് വ്യക്തമാക്കി തരുന്നത് ചപ്പാരത്തിൽ അമ്മ തന്നെയാണ്. അതുകൊണ്ട് ഇത്തവണ കൊട്ടിയൂർ യാത്ര വരാൻ തീരുമാനിക്കുന്നവര് കുറച്ചൊന്ന് ബുദ്ധിമുട്ടിയിട്ടാണെങ്കിൽ പോലും ചപ്പാരത്തമ്മയെ തൊഴാതെ കൊട്ടിയൂരേക്ക് പോകരുത്. ചപ്പാരത്തമ്മയുടെ ക്ഷേത്രത്തിലൊന്ന് വരണം. കാരണം ഇവിടുത്തെ വാളൊക്കെ അപ്പൊ അവിടെ തന്നെ ആവും, ഭഗവതി അവിടെ തന്നെ ഉണ്ടാവുമെങ്കിലും ഈ ക്ഷേത്രം ഒന്ന് കണ്ടിരിക്കണം. അതല്ല, ഉത്സവം പൂജയുണ്ട്, രാവിലെകളിലും പൂജയുണ്ട്. ഉണ്ട്. അതുപോലെ പാളയം കയറും നടക്കി വെക്കാം, ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്കൊക്കെ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ കൊട്ടിയൂർ വന്നാൽ ചപ്പാരത്ത് തൊഴുതിട്ട് തന്നെ കൊട്ടിയൂരേക്ക് പോവാൻ ശ്രദ്ധിക്കുക. അത് അങ്ങനെ തന്നെയാണ് ആചാരം. അതിൽ ഇനി ആർക്കും ഒരു തർക്കം ഉണ്ടാവേണ്ട കാര്യമില്ലല്ലേ. പഴയ ഗ്രന്ഥങ്ങളിൽ വരെ ആൾക്കാർ ഡയറക്ട്ലി കൊട്ടിയൂരിലേക്ക് വാഹന സൗകര്യങ്ങൾ, അതർവൈസ് ഇവിടെ വന്നിട്ട് കൊട്ടിയൂരിലേക്ക് പോകണം. മുമ്പ് കാലത്ത് അതെ തിരിച്ചു തീരുക. ജനവാസ കേന്ദ്രം എന്ന് പറയുന്ന പണ്ട് കാലത്ത് കൊട്ടിയൂരിൽ ഇവിടെയായിരുന്നു, മണത്തണയിലായിരുന്നു ഈ 5 വീടരും ജനവാസ കേന്ദ്രം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവിടുത്തെ ഭഗവതി എല്ലാ കാര്യങ്ങളും നടത്തിക്കുന്ന എല്ലാം സംഭവിക്കുന്നത് ഇവിടുത്തെ ഭഗവതിയുടെ മേൽനോട്ടത്തിലാണ്. അപ്പൊ കൊട്ടിയൂർ നമ്മളൊരു എന്താ പറയാ, ഒരു വിളക്ക് തിരിക്കൊരു തുണി കൊണ്ടുവരുന്നെങ്കിൽ പോലും അത് ചപ്പാരത്തമ്മയെ കാണിച്ച് അനുവാദം വാങ്ങിയിട്ട് മാത്രമേ കൊട്ടിയൂരേക്ക് കടത്താൻ പാടുള്ളൂ, കൊട്ടിയൂരേക്ക് കൊണ്ടുപോകാൻ പാടുള്ളൂ. അങ്ങനെ എല്ലാറ്റിനും ശക്തിയായി നിൽക്കുന്ന, മാതൃശക്തിയായി നിൽക്കുന്ന ഭഗവതിയാണ് ചപ്പാരത്തമ്മ. നമുക്ക് അകത്തേക്ക് കയറി ക്ഷേത്രം സപ്തമാതൃക്കളെ സപ്തശക്തികളെ ആദിപരാശക്തിയായിട്ട് തന്നെ കണ്ട് തൊഴുതു വരാം. അപ്പൊ കൊട്ടിയൂർ യാത്ര ആരംഭിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു അല്പനേരത്തിനുള്ളിൽ ഭണ്ണാരം എഴുന്നള്ളത്ത്. ഒരുപക്ഷെ നമ്മളെക്കാളും കൂടുതൽ ഇപ്പോൾ തത്സമയം കാണുന്നവർക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാം. ഇപ്പൊ ഉടനെ അടുത്ത് തന്നെ കലശം വരും. കലശം വന്നു കഴിഞ്ഞാൽ ഭണ്ണാരം എഴുന്നള്ളത്താവും. ഭണ്ണാരം എഴുന്നള്ളത്തായി കഴിഞ്ഞാൽ ഉത്സവം സമാരംഭിക്കായി. പിന്നീട് ഭണ്ണാരം എഴുന്നള്ളത്ത് 18 കിലോമീറ്റർ നടന്ന് കൊട്ടിയൂർ ദേശത്തേക്ക് എത്തുന്നതോടുകൂടി, അക്കരെ കൊട്ടിയൂർ പ്രവേശിക്കുന്നതോടുകൂടി അക്കരെ കൊട്ടിയൂരിലെ ഉത്സവമാവാണ്. അപ്പൊ ചപ്പാരത്തമ്മയ്ക്ക് തിരുമുന്നിൽ നിൽക്കുകയാണ്. ചപ്പാരം എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ കൊട്ടിയൂരേക്ക് പോകുന്ന വഴിയിൽ തന്നെയാണ് മണത്തണ എന്ന ഗ്രാമമണ്ണം ഒരു ദീപം തെളിയിച്ച് പ്രാർത്ഥിച്ച് ആ ദീപവുമായിട്ട് ക്ഷേത്രത്തെ വലം വെച്ച്, പിന്നെ ശങ്കരാചാര്യർക്ക് ശ്രീവിദ്യോപാസന ലഭിച്ച അല്ലെങ്കിൽ ശ്രീചക്രത്തെ വെച്ച് പ്രാർത്ഥിച്ച ആ പ്രദേശത്തും ദീപം തെളിയിച്ച് തന്നെ പ്രാർത്ഥിച്ച് നമ്മൾ തന്നെ ഇപ്പൊ ഇവിടെ സപ്തമാതൃപുരത്ത് 3 വാളുകളും പുറത്തെടുത്ത് വെച്ചിട്ടുള്ളത് നമുക്ക് കാണാം. 3 വാളുകളും നന്നായിട്ട് തന്നെ, അതായത് വലിയ ഒരു നാന്നകത്തിന്റെ ആകൃതി എന്ന് പറയാൻ പറ്റില്ല, അങ്ങനെ തന്നെ ഇരിക്കുന്ന 3 വാളുകള്. ഇനി മുതിരേരി വാളും കൂടെ ചേർന്നിട്ടാണല്ലോ ഇത് കൊട്ടിയൂർ ഉത്സവത്തിലേക്ക് പോവാം. ഇവിടെ ഗണപതിയുടെ സാന്നിധ്യമുണ്ട്. ശ്രീകോവിലിനകത്ത് നമുക്ക് വിളക്ക് തെളിച്ച്, വിളക്കിനാണ് പ്രാധാന്യം കൂടുതൽ. അപ്പോൾ അങ്ങനെയുള്ള ചപ്പാരം ഭഗവതി ക്ഷേത്രം ഇപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് കാണുന്നത്. പണ്ടുകാലം മുതൽ, ഞാൻ ആദ്യകാലം വരുമ്പോൾ തന്നെ ഇങ്ങനെ മരയഴിക്കൂടും അതിൻ്റെ ഒരു ഗ്രാമീണ സൗന്ദര്യമൊക്കെ ഉണ്ട്. ഇപ്പൊ കുറച്ചുകൂടി സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചു. പിന്നെ അത് മാത്രമല്ല വരുന്നതാണ്ടോ ചപ്പാരം സരസ്വതി മണ്ഡപത്തിൽ വന്നിരുന്ന്, നമുക്ക് അറിയാം ഭഗവതി മാതംഗിയുമാണ്, സരസ്വതിയുമാണ്, സകല ഭഗവതിയുമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും ഇവിടെ വന്ന് ഒരു അല്പനേരം ഇരുന്ന് ധ്യാനിച്ച് പ്രാർത്ഥിച്ചു പോകാൻ വേണ്ടി സരസ്വതി മണ്ഡപവും ഇപ്പോൾ പണിതുയർത്തിയിട്ടുണ്ട്. പക്ഷെ ചപ്പാരം ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, കൊട്ടിയൂര് വർഷത്തിലെ എല്ലാ ദിവസവും ഈ 28 ദിവസം അല്ലാത്തപ്പോഴെല്ലാം കൊട്ടിയൂരപ്പൻ ധ്യാനത്തിലാണ്, ചലനമില്ലാത്ത അവസ്ഥയാണ്. ശിവനെന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാമല്ലോ നിശ്ചലമായത്, അല്ലെങ്കിൽ സ്റ്റിൽനെസ് ആണ്, ധ്യാനത്തിന്റെ ഭാവമാണ്. ശിവൻ സ്റ്റിൽനെസ്സും ഭഗവതി ആക്ഷനുമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ 28 ദിവസങ്ങളിൽ ഉത്സവം തുടങ്ങുന്നതിന്റെ സമയത്ത് വരെ ഭഗവതി ഇവിടെയാണ്. അതായത് കൊട്ടിയൂർ ദേശം സ്റ്റിൽനെസ് അല്ലെങ്കിൽ ശിവ ധ്യാനം, നിശബ്ദത. അതിലും ചപ്പാരം എന്ന ഈ മണത്തണ എന്ന ഗ്രാമം ആക്ഷനിലുമാണ്. നമ്മുടെ മനസ്സാണ് ആക്ഷനിലായിരിക്കുക, അല്ലെങ്കിൽ പ്രവൃത്തിയിലായിക്കൊണ്ടേയിരിക്കുക. മനസ്സ് പ്രവർത്തിക്കുന്നു, ശരീരം പ്രവർത്തിക്കുന്നു, ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. മായയായ ഭഗവതി നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് ഇങ്ങനെ ഐശ്വര്യങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കുന്നു. പക്ഷെ വർഷത്തിൽ ആ 28 ദിവസം വൈശാഖോത്സവം വരുന്ന സമയത്ത് ഭഗവതി ഇവിടെ നിന്ന്, അതായത് ആ ലൗകിക ജീവിതത്തിന്റെ ആക്ഷൻസിനും അപ്പുറത്ത് സ്പിരിച്വൽ ആയിട്ടുള്ള ആത്മീയമായ ഉണർവിലേക്കുള്ള ചലനങ്ങളെ ഭഗവതി സംഭവിപ്പിക്കുന്നു. അപ്പോൾ അതുവരെ ധ്യാനത്തിലിരിക്കുന്ന മഹാദേവന് ചലിക്കണമെങ്കിൽ ശക്തി വേണം. മഹാദേവന് എന്ത് തന്നെയായാലും ചലനം ഉണ്ടാകണമെങ്കിൽ, അനുഗ്രഹങ്ങൾ നൽകണമെങ്കിൽ, മഹാദേവന് ധ്യാനത്തിൽ നിന്ന് ഉണരണമെങ്കിൽ ശക്തിയുടെ സാന്നിധ്യം അവിടെ ഉണ്ടാവണം. അതിനാണ് ഈ വാള എഴുന്നള്ളി ഇത്രയും ദൂരം അവിടേക്ക് ചെല്ലുന്നത്. കാൽനടയായി തന്നെ ചെന്ന് വാള എഴുന്നള്ളി അവിടേക്ക് എത്തുന്നത്. അപ്പോൾ കൊട്ടിയൂരിലെ ആചാരങ്ങളെ ഒരു കാലത്തും മാറ്റാതെ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും, ഇതെല്ലാം ഒരു നമ്മളുടെ സൗകര്യങ്ങൾക്കനുസരിച്ച് പല പല മാറ്റങ്ങൾ പല പല കാലങ്ങളിൽ വന്നാലും മാറിക്കൂടാത്തതായിട്ട് നിൽക്കേണ്ടുന്ന ചില ഊർജ്ജമുണ്ട്. അത് നമ്മളെ തന്നെ സഞ്ചരിപ്പിക്കുന്ന ഊർജ്ജമാണ്. ഇപ്പൊ കൊട്ടിയൂരിൽ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ചപ്പാരത്തെ ഭഗവതിമാരെല്ലാം നമുക്കിവിടെ കാണാം. ഗണപതിയുണ്ട്, വീരഭദ്രനുണ്ട്, സപ്തമാതൃക്കൾ എന്ന് പറയുന്നത് നമ്മൾ ക്ഷേത്രങ്ങളിലെ മാതൃക്കല്ല് കാണുമല്ലോ, ആ മാതൃക്കല്ലിലുള്ള എല്ലാ സാന്നിധ്യങ്ങളും ഇവിടെയുണ്ട്. നമുക്ക് വീരഭദ്രനെയും
ഗണപതിയെയും ഒരൊറ്റ തൂണിൽ തന്നെ കാണാം. അതിനോടൊപ്പം തന്നെ വൈഷ്ണവി ഉണ്ട്, അതുപോലെ ഇന്ദ്രാണി ഉണ്ട്, എല്ലാ സാന്നിധ്യങ്ങളും വാരാഹി, അങ്ങനെ ഭഗവതിമാരെല്ലാം ഇവിടെ 3 ഭഗവതിമാരും ഗണപതിയും വീരഭദ്രനും ഇവിടെ 4 തൂണുകളിലായിട്ടും ഇതിന്റെ മറുവശത്ത് മറ്റു 4 ഭഗവതിമാരും ഇരിക്കുന്നത് കാണാം. അങ്ങനെ സപ്തമാതൃ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ചപ്പാരം, സപ്തമാതൃപുരം തന്നെയാണ് ചപ്പാരം എന്ന് പറയുന്നത്. ഈ സപ്തമാതൃപുരത്തിലെ ഭഗവതി ചൈതന്യങ്ങളെ, സർവ്വ ചൈതന്യങ്ങളെ 7 ചക്രങ്ങളെയുമാണ്. സപ്തമാതൃപുരം എന്ന് പറയുമ്പോൾ 7 ചക്രങ്ങളിലും കുടികൊള്ളുന്ന ഭഗവതിയാണ്. അതായത് നമ്മളിൽ ഓരോരുത്തരിലും 7 ചക്രങ്ങൾ, നമ്മളുടെ ഊർജത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ചക്രങ്ങൾ കുടികൊള്ളുന്നുണ്ട്. ആ ചക്രങ്ങളിലെല്ലാം അതിദേവതമാരുണ്ട്. ആ അതിദേവതമാർ നമ്മളുടെ ഓരോ തരത്തിലുള്ള എനർജി, അല്ലെങ്കിൽ നമ്മുടെ ഓരോ തരത്തിലുള്ള പ്രവർത്തിക്കുവാനുള്ള കാര്യപ്രാപ്തി, അല്ലെങ്കിൽ ചലിക്കുവാനുള്ള കാര്യങ്ങളെ നിയന്ത്രിക്കുന്നുണ്ട്. അപ്പൊ ആ ഭഗവതിമാരെ 7 പേരെയുമാണ്, അല്ലെങ്കിൽ 7 ചക്രങ്ങളിലും കുടികൊള്ളുന്ന അതിദേവതമാരെയാണ് നമ്മൾ സപ്തമാതൃക്കൾ എന്ന് വിശേഷിപ്പിക്കുന്നതെന്നും ആചാര്യന്മാർ പറഞ്ഞു തരാറുണ്ട്. അപ്പൊ സപ്തമാതൃക്കൾ മാത്രമല്ല ഇവിടെ, സപ്തമാതൃക്കളോടൊപ്പം ആദിപരാശക്തി ആരാണ്? സതീദേവിയായ പാർവതിയായി മാറിയ ഭഗവതി, ശിവനിൽ പാതിയായ ഭഗവതിയാണോ, അതോ ശിവനെയും ശിവനിലെ പാതിയെയും എല്ലാം ഉൾക്കൊള്ളുന്ന ആ ആദിപരാശക്തിയാണോ എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരേ ഉള്ളൂ, അത് ആദിപരാശക്തിയാണ്. പ്രപഞ്ചത്തിലെ എല്ലാ ഭഗവതിമാരും ഇവിടെ ഒത്തുചേരുന്നുണ്ട്. അതുകൊണ്ടാണ് സാക്ഷാൽ കൊട്ടിയൂർ പെരുമാൾ പോലും എഴുന്നള്ളി വന്ന് ഇവിടെ വന്ന് ഭഗവതിയെ ക്ഷണിച്ചു കൊണ്ടുപോകുന്നത്. അപ്പോൾ ചപ്പാരത്തെ ഈ കാഴ്ചകളോടുകൂടി നമ്മളുടെ കൊട്ടിയൂർ ഉത്സവം ആരംഭിക്കുകയാണ്. ഇനി നമുക്ക് ഭണ്ണാര എഴുന്നള്ളത്തിന്റെ ഒക്കെ കാഴ്ചകൾ കാണാനുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നന്ദിയോടുകൂടി സ്മരിക്കുന്ന ഒരു വലിയ ഒരു ദേശമാണ് മണത്തണ. ആ ദേശത്തിലെ ദേശവാസികൾ, അവർക്ക് ചപ്പാരത്തമ്മയോട്, അല്ലെങ്കിൽ അവരുടെ നാട്ടിലുള്ള ഭഗവതിമാരോട്, ക്ഷേത്രങ്ങളോട്, കാവുകളോടുള്ള മമത, കൊട്ടിയൂരപ്പനോടുള്ള സമർപ്പണം, ഇതൊക്കെ എല്ലാ ദേശക്കാരും കണ്ടു പഠിക്കേണ്ടത് തന്നെയാണ്. മണത്തണ എന്ന ഗ്രാമം ശരിക്കും പറഞ്ഞാൽ കേരളത്തിന് തന്നെ ഒരു മാതൃക, കേരളത്തിനല്ല ഭാരതത്തിന് തന്നെ ഒരു മാതൃക. എങ്ങനെയാണ് ഒരു ഗ്രാമം ഗ്രാമമായി നിന്നുകൊണ്ട് ആ ഗ്രാമത്തിലെ ചൈതന്യങ്ങളെ സൂക്ഷിക്കേണ്ടത് എന്ന് വ്യക്തമായി നമുക്ക് പറഞ്ഞു തരും മണത്തണയും അവിടുത്തെ ചപ്പാരം ഭഗവതി ക്ഷേത്രവും ചപ്പാരം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ ദേശവാസികളും. ഇതൊരു വലിയ അനുഗ്രഹം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ചപ്പാരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഊർജ്ജം കിട്ടിയ പോലെയാണ്. ഇനി ഒരു സന്തോഷമാണ്, 28 ദിവസം നിറഞ്ഞു നിൽക്കുന്ന സന്തോഷം. അപ്പൊ ആ സന്തോഷത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ആ വിളക്കിൽ തെളിഞ്ഞു നിൽക്കുന്ന ദീപം പോലെ നമ്മളിലേക്കും പ്രകാശം നിറഞ്ഞു നിൽക്കട്ടെ. ആദിപരാശക്തി നമ്മളെ കനിഞ്ഞ് അനുഗ്രഹിക്കട്ടെ. ഭഗവതി ഭവികവിധാത്രി ഭൂരി കൃപാവതി ഭുവന വിനീത്രി പാലിത പണ്ഡിത കവി കവയത്രി പാർവണ ശശിമുഖേ ജയ ജനയത്രി നിർജിത പരഭൃത വാണീം വാണീം നീരന്ദ്രാബുധമേ ജഗവേമീം നിത്യം മാനസ ഭജ വിധിരമണീം വക്ഷോജാഞ്ചിത കനക വിപഞ്ചീം വീക്ഷേഭേദര മാനസ കമലാ ബീജാലീലാ സമുദിത ജഗതീം ദ്രാക്ഷാവാണീ മാനസ ഭജ. Mochita's Moksha, Journey to the Self.